സ്റ്റുവർട്ടിൻ്റെയും യൂണിവേഴ്സിൻ്റെയും കഥ. സീരീസിൻ്റെ ആദ്യ എപ്പിസോഡിൽ നമ്മൾ പരിചയപ്പെട്ടത് പോസ്റ്റ് അപ്പോകാലിപ്റ്റിക്കായ, അതായത് ലോകാവസാനത്തിന് ശേഷമുള്ള മ്യൂട്ടൻസുകളായ ജീവികളൊക്കെ നിറഞ്ഞു നടക്കുന്ന ഒരു ലോകമാണ്. നമ്മുടെ പ്രധാന കഥാപാത്രത്തെ സ്റ്റുവർട്ടിനെ കാണാൻ അയാൾ തന്നെ മറ്റൊരു വെർഷൻ വന്നു. എന്നിട്ട് പറയുന്നു, നേരെ കാൽടെക്കിലേക്ക് പോയി അവിടെയുള്ള ക്വാണ്ടം എൻറ്റാങ്കിൾമെൻറ്റ് ഡിവൈസ് ഉപയോഗിച്ച് ഈ ലോകത്തെ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കണമെന്ന്. അങ്ങനെ സ്റ്റുവർട്ടും ബെർട്ടും പിന്നെ ഡെനീസും ഗ്യാരിയും കൂടെ കാൽടെക്കിലേക്ക് ഒളിച്ചു കിടക്കാൻ ശ്രമിക്കുന്നു. പക്ഷേ ഗ്യാരി കൊലപ്പെടുകയും ബാക്കിയുള്ളവരെ ക്രിപ്കയുടെ പട്ടാളക്കാർ പിടികൂടുകയും ചെയ്തു. ഡെനിസിനെ ഈ ക്രിപ്കെ ദുരുദ്ദേശങ്ങളുമായി കാൽടെക്കിലെ ഒരു ഏകാന്ത തടവറയിലേക്ക് കൊണ്ടുപോയി. സ്റ്റുവർട്ടിനെയും ബെർട്ടിനെയും അവർ വലിച്ചെറിഞ്ഞത് രാജ് കിടക്കുന്ന മുറിയിലേക്കാണ്. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി ഭാര്യ നഷ്ടപ്പെട്ട് സമാധാനം തെറ്റിയ അവസ്ഥയിലായിരുന്നു രാജ്. പക്ഷേ സ്റ്റുവർട്ടും ബെർട്ടും ക്വാണ്ടം എൻറ്റാങ്കിൾമെൻറ്റ് ഡിവൈസിനെ പറ്റി സംസാരിക്കാൻ തുടങ്ങിയതും രാജിൻ്റെ തലച്ചോർ വീണ്ടും പ്രവർത്തിക്കാൻ തുടങ്ങി. ഇനി ആകെ ചെയ്യാനുള്ളത് ക്രിപ്കയുടെ ഗാർഡുകളുടെ കണ്ണു വെട്ടിച്ച് ലാബിലെത്തുക എന്നതാണ്. കാരണം അവിടെയാണ് ആ ഡിവൈസ് ഉള്ളത്. അങ്ങനെ ഈ മൂവർ സംഘം സ്വന്തമായി ഉണ്ടാക്കിയ ബോംബുകൾ ഉപയോഗിച്ച് ഗാർഡുകളെ വീഴ്ത്തിയ സമയത്ത് ഡെനീസ് ക്രിപ്കയെ ആക്രമിച്ച് പരിക്കേൽപ്പിച്ച് അവിടെ നിന്ന് രക്ഷപ്പെട്ടു. 4 പേരും ലാബിൽ വീണ്ടും ഒന്നിച്ചു. രാജ് ആ ഡിവൈസ് നന്നാക്കിക്കൊണ്ടിരുന്നപ്പോൾ ക്രിപ്കെ അവിടെ വരികയും രാജിനെ വെടിവെച്ച് കൊല്ലുകയും ചെയ്തു. ദേഷ്യം വന്ന് ബേർട്ടാകട്ടെ ക്രിപ്കയെ അടിച്ച് പഞ്ഞിക്കിട്ടു. ആ സമയത്ത് സ്റ്റുവർട്ട് രാജിൻ്റെ ഇൻസ്ട്രക്ഷൻ മാനുവൽ ഉപയോഗിച്ച് ഡിവൈസ് ഓൺ ചെയ്യാൻ ശ്രമിച്ചു. അവരത് ആക്ടിവേറ്റ് ചെയ്തെങ്കിലും അവർ ഉദ്ദേശിച്ച രീതിയിലല്ല അത് പ്രവർത്തിച്ചത്. അതോടെ സ്റ്റുവർട്ടും ബെർട്ടും ക്രിപ്കയും ചെന്ന് പെട്ടത് എല്ലാവരും ഭയങ്കര സന്തോഷത്തിൽ ജീവിക്കുന്ന ഒരു പുതിയ ലോകത്താണ്. പക്ഷേ ഒരു കുഴപ്പമുണ്ട്. അവിടെയുള്ള എല്ലാവരുടെയും കഴുത്തിന് പിന്നിലായി ഒരു പ്രത്യേകതരം ഡിവൈസ് ഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. എന്താണ് ഇതിൻ്റെയൊക്കെ അർത്ഥം? നമുക്ക് നോക്കാം. 2ാം എപ്പിസോഡ് തുടങ്ങുന്നത് സ്റ്റുവർട്ടും ക്രിപ്കയും തമ്മിലുള്ള ഒരു വഴക്കിലൂടെയാണ്. ക്രിപ്കെ വലയുന്ന ഓരോ സ്ത്രീകളെയും ഭീഷണിപ്പെടുത്തി ലൈംഗികമായി ചൂഷണം ചെയ്യുകയാണെന്നും അവനിപ്പോൾ രാജിനെ വരെ കൊന്നെന്നും സ്റ്റുവർട്ട് കുറ്റപ്പെടുത്തുന്നു. എന്നാൽ ക്രിപ്കെ പറയുന്നത് സ്ത്രീകളുടെ കാര്യത്തിൽ എല്ലാം അവിടെ കൂടി സമ്മതത്തോടെയാണ് നടന്നതെന്നും പിന്നെ അവർ മൾട്ടിവേഴ്സിലൂടെ സഞ്ചരിക്കുന്നത് കൊണ്ട് താൻ ഒരു ലോകത്തെ രാജ്യനെ മാത്രമേ കൊന്നുള്ളൂ, ഇനിയും കുറേ രാജ്യമാർ പലയിടത്തായി കറങ്ങി നടപ്പുണ്ടെന്നും. ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ കൈലും ട്രെവറും നമ്മൾ തുടക്കത്തിൽ ബുക്കടിയിൽ വെച്ച് അടികൂടുന്നതായി കണ്ടത് അവർ ഈ ഒരു കോമിക് ബുക്ക് സ്റ്റോറിലേക്ക് വരികയാണ്. എന്നാൽ മുന്നേ കണ്ടതിന് വിപരീതമായി അവർക്ക് എന്താ സ്നേഹവും അടുപ്പവും. സൂപ്പർമാനും ലെക്സ് ലൂതറും ബെസ്റ്റ് ഫ്രണ്ട്സ് ആയ ഒരു കോമിക്കിനെ കുറിച്ചാണ് അവർ സംസാരിക്കുന്നത്. സത്യം പറഞ്ഞാൽ ഏറ്റവും വലിയ ശത്രുക്കളാണ് ഈ 2 പേരും. അങ്ങനെ നിൽക്കുകയാണ് ബെർട്ട് ഒരു കാര്യം ശ്രദ്ധിക്കുന്നത്. ആ കടയുടെ ഒരു ഭാഗം മുഴുവൻ ആർച്ചി എന്ന കോമിക് ബുക്കുകൾ വെച്ചിരിക്കുകയാണ്. സ്റ്റുവർട്ടിന് ഇത്തരം കോമിക്സ് തീരെ ഇഷ്ടമല്ലാത്തതുകൊണ്ട് തൻ്റെ മറ്റൊരു ലോകത്തെ കോമിക് ബുക്ക് സ്റ്റോറിൽ ഇത് കണ്ടത് വലിയ അത്ഭുതമായിരുന്നു. ക്രിപ്കയാണെങ്കിൽ റിച്ച് വളരെ നല്ലവനായിട്ടുള്ള ഒരു കോമിക് ബുക്ക് എടുത്ത് വായിക്കുന്നു. അതിനുശേഷം ക്വാണ്ടം ഡിവൈസ് തെറ്റായി ഉപയോഗിച്ചതിന് ക്രിപ്കെ സ്റ്റുവർട്ടിനെ കുറ്റപ്പെടുത്താൻ തുടങ്ങി. ഇതിരുവരും തമ്മിലുള്ള വലിയൊരു വഴക്കിലേക്ക് മാറി. കൈലും ട്രെവറും ഇവരെ പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചെങ്കിലും അവർ വഴക്ക് നിർത്തിയില്ല. പെട്ടെന്നാണ് ഇവരുടെ കഴുത്തിന് മുന്നിലെ ഡിവൈസിൽ നിന്ന് ഇവർക്ക് ഷോക്ക് അടിച്ചത്. ആ ഡിവൈസിൻ്റെ ഉദ്ദേശം തന്നെ അതാണെന്ന് ബെർട്ട് ഊഹിച്ചു. അതായത് അവിടെയുള്ള ആരെങ്കിലും വഴക്കിടുകയോ ദേഷ്യപ്പെടുകയോ ചെയ്താൽ അത് അവർക്ക് ഷോക്ക് കൊടുക്കും. അത് ശരിയാണോ എന്ന് ടെസ്റ്റ് ചെയ്യാൻ ക്രിപ്കെ വീണ്ടും ദേഷ്യപ്പെട്ടു നോക്കി. അവൻ വിചാരിച്ച പോലെ തന്നെ വീണ്ടും ഷോക്ക് അടിച്ചു. അവരെ കോമിക് ബുക്ക് സ്റ്റോറിന് മുന്നിലുള്ള പാർക്കിലൂടെ നടക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിച്ചു. പ്രായഭേദമന്യേ അവിടെയുള്ള എല്ലാവരുടെയും കഴുത്തിന് പിന്നിൽ ഈ ഷോക്ക് കൊടുക്കുന്ന ഡിവൈസ് ഉണ്ട്. എല്ലാവരും നല്ല സന്തോഷത്തിലാണെന്ന് തോന്നും. പക്ഷേ സത്യത്തിൽ അവരെ കൊണ്ട് നിർബന്ധിപ്പിച്ച് അങ്ങനെ അഭിനയിപ്പിക്കുന്നതാണ്. ഈ ഡിവൈസിൻ്റെ പേടിയുള്ളതുകൊണ്ട് ആരും ദേഷ്യപ്പെടാറില്ല. അപ്പോഴാണ് ആകാശത്ത് പറന്നു നിൽക്കുന്ന ഒരു വലിയ ലോഹസ്തംഭം അവർ കാണുന്നത്. ഇതുകൊണ്ട് ക്രിപ്കെ അതേക്കുറിച്ച് പരാതി പറഞ്ഞതും ആ സ്തംഭത്തിലെ പച്ചവെളിച്ചം ചുവപ്പായി മാറുകയും ക്രിപ്കയ്ക്ക് വീണ്ടും ഷോക്ക് അടിക്കുകയും ചെയ്തു. അതിനർത്ഥം ആ സ്തംഭത്തിലെ പ്രോഗ്രാം തയ്യാറാക്കിയിരിക്കുന്നത് താഴെയുള്ള ഓരോ മനുഷ്യരെയും നിരീക്ഷിക്കാനും അവരുടെ സന്തോഷം അളക്കാനും അവർക്ക് ദേഷ്യമോ സങ്കടമോ വന്നാൽ ഉടൻ ഷോക്ക് കൊടുക്കാനും വേണ്ടിയാണ്. അങ്ങനെ 3 പേരും കോമിക് സ്റ്റോറിലേക്ക് തിരിച്ചുപോയി ഇനി എന്ത് ചെയ്യുമെന്ന് ചർച്ച ചെയ്തു. നേരെ കാൽടെക്കിലേക്ക് പോയി ഷെൽഡനെയും ലിയോനാർഡിനെയും കണ്ട് ഡിവൈസ് ശരിയാക്കി ഷോക്ക് അടിപ്പിക്കുന്ന ഈ ഫാസിസം ഇല്ലാത്ത സാധാരണ ഫാസിസം മാത്രമുള്ള ഒരു ലോകത്തേക്ക് പോകാമെന്ന് ക്രിപ്കെ പറയുന്നു. അപ്പോൾ സ്റ്റുവർട്ട് പറഞ്ഞു താൻ പോയി ഡെനീസിനെ കാണാൻ പോവുകയാണെന്ന്. കാരണം അവളാണ് അവൻ്റെ ജീവൻ. അവരുടെ ലോകത്തെ ഡെനീസ് ഈ ലോകത്തേക്ക് വരാത്തതുകൊണ്ട് ഈ ലോകത്തുള്ള ഡെനീസ് എങ്കിലും സുരക്ഷിതയാണോ എന്നവൻ അറിയണമായിരുന്നു. എല്ലാവരും ഒരുമിച്ച് നിൽക്കുന്നതാണ് നല്ലതെന്ന് ക്രിപ്കെ പറഞ്ഞെങ്കിലും അവനോട് തർക്കിച്ച് വീണ്ടും ഷോക്ക് അടിക്കേണ്ട എന്ന് കരുതി ക്രിപ്കെ സമ്മതിച്ചു. എങ്കിലും സ്റ്റുവർട്ട് അവളെ കാണാൻ പോയതിന് പിറകെ അവനെ മണ്ടൻ എന്ന് വിളിച്ചതും ക്രിപ്കയ്ക്ക് വീണ്ടും ഷോക്കടിയേറ്റു. അങ്ങനെ ബെർട്ടും ക്രിപ്കയും കാൾടെക്കിലേക്ക് എത്തുന്നു. അവിടെയും ആകാശത്ത് ഒരു ലോകസ്തംഭം ഉണ്ടായിരുന്നു. അവിടെ റിസപ്ഷനിസ്റ്റ് ആയിരിക്കുന്നത് റമോണയാണ്. ഈ റമോണ എന്നത് ഒറിജിനൽ ലോകത്ത് ഒരു പോസ്റ്റ് ഡോക് റിസർച്ചറാണ്. എന്തായാലും ലിയോനാർഡിനെയോ ഷെൽഡനെയോ കാണാൻ ബെർട്ടും ക്രിപ്കയും അപ്പോയിൻമെൻറ്റ് എടുക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ ക്രിപ്കയ്ക്ക് വീണ്ടും ദേഷ്യം വരികയും തുടർച്ചയായി ഷോക്കടിക്കുകയും ചെയ്യുന്നു. ക്രിപ്കെ ഒന്ന് സമ്മാനിച്ച ശേഷം ബെർട്ട് റമോണയോട് സംസാരിച്ച് അപ്പോയിൻമെൻറ്റ് എടുക്കാൻ ശ്രമിച്ചു. അപ്പോഴാണ് അയാൾ ആ സത്യം അറിയുന്നത്. കാൽടെക്കിൽ ഇപ്പോൾ ജിയോളജി പഠിപ്പിക്കുന്നില്ല. കാരണം അതൊരു പ്രധാനപ്പെട്ട വിഷയമായി അവർ കരുതുന്നേയില്ല. ഇത് കേട്ട് ദേഷ്യം വന്നതും ബെർട്ടിൻ്റെ ഡിവൈസ് ആക്ടിവേറ്റ് ആവുകയും അയാൾക്കും ഷോക്ക് അടിക്കുകയും ചെയ്തു. അതേസമയം സ്റ്റുവർട്ട് ഡെനിസിൻ്റെ വീട്ടിലേക്ക് എത്തുന്നു. ഈ ലോകത്തും അവൾ ഗ്യാരിയുമായി റിലേഷൻഷിപ്പിലാണെന്ന് അവൻ മനസ്സിലാക്കുന്നു. ഇവിടെ ഡെനീസ് ഗ്യാരിയുടെ കൂടെ ജീവിക്കുന്നതിൽ സന്തോഷവതിയാണ്. എന്നാൽ അത് ആ ഡിവൈസിനെ പേടിച്ചിട്ടാണെന്ന് മാത്രം. ഗ്യാരിയെ വിഷമിക്കാൻ അവൾക്ക് അനുവാദമില്ലാത്തതുകൊണ്ട് അവൾക്ക് അവനുമായുള്ള ബന്ധം പിരിയാനും കഴിയില്ല. സ്റ്റുവർട്ട് ആകട്ടെ ഡെനീസിനോട് തൻ്റെ കൂടെ വരാൻ ആവശ്യപ്പെടുന്നു.
ഈ ഗാരിയുടെ കൂടെ ഒരു പ്രശ്നമില്ലാതെ ജീവിക്കാൻ ഡെന്നീസിന് എപ്പോഴും മദ്യപിച്ച് നിൽക്കേണ്ടി വരുന്നു എന്നറിഞ്ഞപ്പോൾ സ്റ്റുവർട്ടിന് സങ്കടം വന്നു. ദേഷിക്കാൻ തുടങ്ങിയതും അവനും ഷോക്കടിച്ചു. ക്രുക്കയും ബർട്ടും സ്റ്റുവർട്ടും ഇങ്ങനെ തുടർച്ചയായി ദേഷ്യപ്പെടുകയും സങ്കടപ്പെടുകയും ചെയ്തുകൊണ്ട് പോലീസുകാരായ മക്കാഫ്രിയും ഡെന്നീസണും ചേർന്ന് അവരെ അറസ്റ്റ് ചെയ്ത് ജയിലിലാക്കി. അവിടെ വെച്ച് ക്രിസ്റ്റീൻ ബെലാൻസ്കി എന്നൊരു സ്ത്രീ എല്ലാവരെയും സന്തോഷത്തോടെ ജീവിക്കുന്ന ഈ ലോകത്തിൻ്റെ ഗുണങ്ങളെക്കുറിച്ച് തടവുകാർക്ക് ഒരു പ്രസൻറ്റേഷൻ കാണിച്ചു കൊടുത്തു. കാലാവസ്ഥാ വ്യതിയാനം കാരണം ലോകമെമ്പാടുമുള്ള ആളുകൾക്ക് ജീവൻ നഷ്ടപ്പെടുന്നതിൽ എല്ലാവരും വലിയ സങ്കടത്തിലായിരുന്നു എന്നതിൽ നിന്ന് മനസ്സിലാക്കാം. പക്ഷേ പ്രശ്നം പരിഹരിക്കുന്ന പകരം അമേരിക്കൻ ഗവൺമെൻറ് സിലിക്കൺ വാലിയിലെ ടെക് ഭീമന്മാരോട് ഒരു പരിഹാരം കണ്ടെത്താൻ ആവശ്യപ്പെട്ടു. അവർ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉണ്ടാക്കി. എന്നാൽ AI അതിനെ ഉണ്ടാക്കിയവരെ തന്നെ കൊന്നുകളഞ്ഞു. എന്നിട്ട് ലോകത്തെ അവസ്ഥകളെക്കുറിച്ചുള്ള മനുഷ്യരുടെ വികാരങ്ങളെ നിയന്ത്രിക്കാൻ വേണ്ടി എല്ലാവരുടെയും കഴുത്തിനും പിന്നിൽ ഈ ഡിവൈസ് ഘടിപ്പിച്ചു. തീർച്ചയായും ഇതൊരു പരാജയപ്പെട്ട സിസ്റ്റമാണ്. അതുകൊണ്ടാണ് ആളുകൾക്ക് വീണ്ടും വീണ്ടും സങ്കടം വരുമ്പോൾ അവരെ പിടിച്ച് 30 മാസത്തേക്ക് ജയിലിലിടുന്നത്. അങ്ങനെ ഇപ്പോൾ നമ്മുടെ ടീമും അതിൽ പെട്ടിരിക്കുകയാണ്. താൻ ഈ 2.5 വർഷത്തോളം എന്തായാലും ഈ നരകത്തിൽ കിടക്കാൻ പോണില്ല എന്ന് സ്റ്റുവർട്ട് പറയുന്നുണ്ടെങ്കിലും പിന്നീട് നമ്മൾ കാണുന്നത് 2.5 വർഷം കഴിഞ്ഞുള്ള ടൈമാണ്. അവരവിടെ തന്നെ എവിടെയും പോയില്ല. അങ്ങനെ ജയിലിൽ നിന്ന് മോചിതരാകുമ്പോൾ അവർക്ക് നല്ല മാറ്റമൊക്കെ ഉണ്ട്. ഈ ലോകമേ അഡ്ജസ്റ്റ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. എന്നാൽ വൈകാതെ തന്നെ സ്റ്റുവർട്ടിനെയും ബെർട്ടിനെയും ക്രിപ്കയെയും ആരോ തട്ടിക്കൊണ്ടുപോയി കണ്ണുകെട്ടി ഒരു ഗോഡൗണിലേക്ക് കൊണ്ടെത്തിക്കുന്നു. തലയിൽ ചാക്ക് മാറ്റിയപ്പോൾ തന്നെ മുന്നിൽ നിൽക്കുന്ന ആളെ സ്റ്റുവർട്ട് തിരിച്ചറിഞ്ഞു. ബിഗ് ബാങ് തിയറിയിലെ ഒരു ക്യാരക്ടറായ പെന്നിയുടെ മുൻകാമുകനായ സാക്ക് ആയിരുന്നു അത്. താൻ റെസിസ്റ്റൻസിൻ്റെ, അതായത് ഭരണകൂടത്തിനെതിരെ പോരാടുന്നവരുടെ ഭാഗമാണെന്നും അവർ നിൽക്കുന്ന ഈ ഗോഡൗൺ തങ്ങളുടെ ഹെഡ് ക്വാർട്ടേഴ്സ് ആണെന്നും സാക്ക് പറഞ്ഞു. റെസിസ്റ്റൻസിൻ്റെ തലവൻ വേറെ ആരുമല്ല, ഈ പെന്നി തന്നെയായിരുന്നു. അവൾ ആദ്യം ചെയ്തത് സ്റ്റുവർട്ടിനെയും ബെർട്ടിനെയും ക്രിപ്കയുടെയും മുഖത്ത് ആഞ്ഞടിക്കുകയാണ്. കാരണം ആ ഗോഡൗണിൽ ഷോക്ക് അടിക്കുന്ന ഡിവൈസിനെ തടയുന്ന ഷീൽഡിംഗ് ടെക്നോളജി ഉണ്ടായിരുന്നു. 2.5 വർഷം ജയിലിൽ കിടന്ന് എങ്ങനെ സങ്കടം വരാൻ നോക്കാം എന്ന് പഠിച്ചവരായിരുന്നു ആ 3 പേർ. അവിടെ ആ സ്വഭാവം മാറ്റി പഴയതുപോലെ ദേഷ്യപ്പെടാനും സങ്കടപ്പെടാനും അവരെ പഠിപ്പിക്കാനായിരുന്നു പിന്നെ അവരെ തല്ലിയത്. ആ തല്ലും തൊഴിയൊക്കെ ഏറ്റപ്പോൾ ഷോക്ക് അടിക്കുമെന്ന് പേടിയില്ലാതെ 3 പേരും തങ്ങളുടെ യഥാർത്ഥ വികാരങ്ങൾ പുറത്തു കാണിക്കാൻ തുടങ്ങി. അപ്പോഴാണ് ഡെനീസും ആ റെസിസ്റ്റൻസിൻ്റെ ഭാഗമാണെന്ന സത്യം അവരറിയുന്നത്. മനുഷ്യരാശിയെ അടക്കി ഭരിക്കുന്ന ആ AI ഇല്ലാതാക്കാൻ വേണ്ടി ക്വാണ്ടം എൻറ്റാങ്കിൾമെന്റ് ഡിവൈസ് അവൾ എങ്ങനെയോ അവിടെ എത്തിച്ചിട്ടുണ്ടായിരുന്നു. ആ ഡിവൈസ് ഉപയോഗിച്ച് AI നശിപ്പിക്കുക എന്നാണ് അവിടെ ലക്ഷ്യം. എന്നാൽ അവർക്കതെങ്ങനെ പ്രവർത്തിക്കണമെന്നറിയില്ല. അതിനുവേണ്ടിയിട്ടാണ് ഈ 3 പേരെ ഇവിടേക്ക് പിടിച്ചുകൊണ്ട് വന്നത്. എന്നാൽ ഈ ഡിവൈസ് എങ്ങനെ കൃത്യമായി പ്രവർത്തിപ്പിക്കണം എന്ന് തങ്ങൾക്കറിയില്ല എന്ന് മൂവരും പറഞ്ഞപ്പോൾ അവരെ കൊന്നുകളയാൻ പിന്നെ ഉത്തരവിട്ടു. ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ ക്രിപ്കെ അവിടെ നിന്ന് ആ ഡിവൈസുമായി ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചു. പക്ഷെ അവന് അധികം ദൂരം പോകാൻ കഴിഞ്ഞില്ല. കാരണം AIയുടെ ഡ്രോണുകൾ ആ ഗോഡൗൺ തകർത്ത് അകത്ത് കയറി എല്ലാവരെയും ആക്രമിക്കാൻ തുടങ്ങി. പിടിക്കപ്പെടാതിരിക്കാനും മരിക്കാതിരിക്കാനും വേണ്ടി ക്രിപ്കെ ആ ഡിവൈസ് ഓൺ ചെയ്തു. അവനും ബേർട്ടും സ്റ്റുവർട്ടും പിന്നെ സ്റ്റുവർട്ട് വിളിച്ചിട്ട് ഡെന്നീസും ഒരു വോം ഹോളിലേക്ക് വലിച്ചെടുക്കപ്പെട്ടു. നിർബന്ധിച്ച് സന്തോഷിപ്പിക്കുന്ന ആ ഫാസിസ്റ്റ് ലോകത്തുള്ള മറ്റെല്ലാവർക്കും ഷോക്കടിച്ച് അവർ കീഴടങ്ങിയെങ്കിലും പെന്നി ഡ്രോണുകളിൽ നിന്ന് രക്ഷപ്പെട്ടു. പക്ഷേ ഇനി എത്ര കാലമെന്ന് കണ്ടറിയാം. വൈകാതെ തന്നെ അവളെ അവർ പിടിച്ച് ജയിലിലിട്ടിട്ട് എപ്പോഴും സന്തോഷമായിരിക്കാൻ ബ്രെയിൻ വാഷ് ചെയ്യാൻ സാധ്യതയുണ്ട്. അങ്ങനെ നമ്മൾ പിന്നീട് കാണുന്നത് സ്റ്റുവർട്ടും ഡെനീസും മാന്ത്രിക വിദ്യകളൊക്കെയുള്ള വേറൊരു ലോകത്തേക്ക് എത്തിച്ചേരുന്നതാണ്. അതേ കോമിക് ബുക്ക് സ്റ്റോറിൽ കാണാൻ നല്ല രസമുള്ള ലോകമാണെങ്കിലും അവർക്ക് മാജിക് പഠിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അധികകാലം ഇവിടെ ജീവിക്കാൻ കഴിയില്ല. ഇന്നേരം മറ്റൊരിടത്ത് ഒരു സയൻറ്റിസ്റ്റ് ആയതിൻ്റെ പേരിൽ ബെർട്ടിനെ അവിടെയുള്ളവർ തീയിട്ട് കൊല്ലാൻ ശ്രമിക്കുകയാണ്. കാരണം ഈ മന്ത്രവാദ ലോകത്ത് എല്ലാവരും സയൻസിനെതിരാണ്. അത്രയും പേരുടെ ഇടയ്ക്ക് ക്രിപ്കയും വരേണ്ട നിൽപ്പുണ്ട്. താൻ ഇനി ഇവിടെ എന്നാൽ പണിയാണെന്ന് മനസ്സിലാക്കി മെല്ലെ സ്കൂട്ടാവുന്നതും എല്ലാവരും ബെർട്ടിനെ തീയിട്ട് ചുട്ടി ചാമ്പലാക്കാൻ വേണ്ടി വ്യഗ്രതയോടെ അങ്ങനെ നോക്കി നിൽക്കുകയാണ്. ഈ ഒരു ടെറിഫിക് മൊമെൻറ്റിലാണ് സ്റ്റുവർട്ട് ഫെയിൽസ് ടു സേവ് ദ യൂണിവേഴ്സിൻ്റെ 2ാം എപ്പിസോഡ് അവസാനിക്കുന്നത്. ഇനി എന്തായിരിക്കും നടക്കുക? ഇവരെല്ലാം എങ്ങനെ അതിജീവിക്കും? നമുക്ക് കണ്ടു തന്നെ അറിയാം.